PSC പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു പരിശീലനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത്. PSC പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും ഇത് വളരെ പ്രയോജനപ്പെടും എന്ന് ഉറപ്പാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കൂടുതൽ അടുത്തറിയാം. ഏവർക്കും സ്വാഗതം. My grandfather dashed for a walk every morning. Options: had gone, goes, go, was going. ഇത് ഗ്രാൻഡ് ഫാദർ പതിവായി ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇതൊരു ഹാബിച്വൽ ആക്ഷനാണ്. അതുകൊണ്ട് ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. മൈ ഗ്രാൻഡ് ഫാദർ ഗോസ് ഫോർ എ വാക്ക് എവറി മോർണിംഗ്. അടുത്ത ചോദ്യം. ഹി ഡാഷ് ടു എ ജെൻറ്റീൽ ഫാമിലി. ബിലോങ്, ബിലോങ്ങിങ്, ബിലോങ്ഡ്, ബിലോങ്സ്. ബിലോങ്സ് ആണ് ശരിയായ ഉത്തരം. കാരണം ഹി എന്ന സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ വിഭാഗത്തിൽപ്പെടുന്നതിനാൽ വെർബിൻ്റെ എസ് ഫോമായ ബിലോങ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹി ബിലോങ്സ് ടു എ ജെൻറ്റീൽ ഫാമിലി. മൈ ഹെൻ ഡാഷ് 7 eggs ഈച്ച് വീക്ക്. ഓപ്ഷൻസ്: ലേ, ലേയിങ്, ലൈ, ലേസ്. ലേസ് ആണ് ശരിയായ ഉത്തരം. ഇവിടെയും സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. മൈ ഹെൻ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആകയാൽ വെർബിൻ്റെ എസ് ഫോമായ ലേസ് ആണ് ഉപയോഗിക്കുക. മൈ ഹെൻ ലേസ് 7 eggs ഈച്ച് വീക്ക്. ഹി ഓൾവേസ് ഡാഷ് ഹിസ് വർക്ക് ഓൺ ടൈം. ഓപ്ഷൻസ്: ഹാസ് കംപ്ലീറ്റ്, കംപ്ലീറ്റ്, കംപ്ലീറ്റ്സ്, വിൽ കംപ്ലീറ്റ്. സബ്ജക്റ്റ് ഹി ആണ്. ഇത് സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പതിവ് പ്രവർത്തനമാണ്. അതുകൊണ്ട് ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആയതിനാൽ വെർബിൻ്റെ എസ് ഫോമായ കംപ്ലീറ്റ്സ് ആണ് ശരിയായ ഉത്തരം. അടുത്ത സെൻറ്റൻസ്. ഐ ഡാഷ് നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഓപ്ഷൻസ്: ആം സീയിങ്, സീ, ഹാവ് ബീൻ സീയിങ്, ഷാൽ സീ. ഇവിടെ ഐ ആം സീയിങ് എന്ന ഉത്തരം ശരിയല്ലേ എന്ന് തോന്നാം. എന്നാൽ സീ, സ്മെൽ, ഫീൽ, ഹെയ്റ്റ്, ലവ്, പ്രിഫർ, വോണ്ട്, വിഷ് തുടങ്ങിയ വെർബ്സ് നോൺ കണ്ടിന്യൂവസ് വെർബ്സ് ആണ്. അതിൻ്റെ ING രൂപം പറയുന്നത് ഉചിതമല്ല. അതിനാൽ ഐ സീ നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത സെൻറ്റൻസ് നമുക്കെല്ലാം കേട്ട് പരിചയമുള്ള സെൻറ്റൻസ് ആണ്. കൗസ് ഡാഷ് ഗ്രാസ്. ഇതൊരു പ്രകൃതി സത്യമാണ്. ടെൻസ് സിമ്പിൾ പ്രസൻറ്റ്. കൗസ് എന്നത് തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്റ്റ് ആയതിനാൽ വെർബിൻ്റെ ബേസ് ഫോമായ ഈറ്റ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. കൗസ് ഈറ്റ് ഗ്രാസ്. അടുത്ത സെൻറ്റൻസ് എഡിറ്റിങ്ങിന് വേണ്ടി തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. വിമൻ കുക്സ് ഫുഡ് ഇൻ ദർ കിച്ചൺ. എന്താണ് ഈ സെൻറ്റൻസിലെ തെറ്റ്? ഇതിൻ്റെ സബ്ജക്റ്റ് വിമൻ എന്ന പ്ലൂറൽ സബ്ജക്റ്റാണ്. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഒരിക്കലും വെർബിൻ്റെ എസ് ഫോം ഉപയോഗിക്കുവാൻ പാടില്ല. വെർബിൻ്റെ ബേസ് ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് കുക്ക് ആണ് ശരിയായ ഉത്തരം. മോസ്റ്റ് ഓഫ് ദ ബനാനാസ് ഇൻ ദ മാർക്കറ്റ് ഡാഷ് റൈപ്പൻ. ആർ, ഈസ്, വാസ്, ഹാസ്. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ബനാനാസ് ആണ് സബ്ജക്റ്റ്. അത് പ്ലൂറലാണ്. അതുകൊണ്ട് ആർ ആണ് ഏറ്റവും ഉചിതമായ ഉത്തരം. അടുത്ത ചോദ്യം. ദ എർത്ത് ഡാഷ് റൗണ്ട് ദ സൺ. ഓപ്ഷൻസ്: റിവോൾവ്, റിവോൾവ്സ്, റിവോൾവിങ്, റിവോൾവ്ഡ്. ഇതൊരു പ്രകൃതി സത്യമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ദ എർത്ത് എന്നത് സിംഗുലർ ആകയാൽ റിവോൾവ്സ് എന്നതാണ് ശരിയായ ഉത്തരം. ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്സ്. ആം, ആർ, വെയർ, ഈസ്. ചിൽഡ്രൻ എന്നത് തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ആയതിനാൽ ആർ ഉപയോഗിക്കണം. ചിൽഡ്രൻ ആർ അഫ്രൈഡ് ഓഫ് സ്നേക്സ്. സീത യൂഷ്വലി ഡാഷ് ടിൽ മിഡ് നൈറ്റ്. ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും എന്നതിന് 2 സൂചനകളുണ്ട്. ഒന്ന്, ഇതൊരു ഹാബിച്വൽ ആക്ഷനാണ്. സീത എന്ന സബ്ജക്റ്റ് ദിവസവും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അത് മാത്രമല്ല യൂഷ്വലി എന്ന ടൈം എക്സ്പ്രഷൻ അവിടെ ഉള്ളതിനാൽ ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. സീത തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആയതിനാൽ റീഡ്സ് എന്ന വെർബിൻ്റെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. രാജൻ ഡാഷ്ഡ് ജിംനേഷ്യം 3 times a week. ഈസ് യൂഷ്വലി ഗോയിങ്, ഈസ് ഗോയിങ് യൂഷ്വലി, യൂഷ്വലി ഗോസ്, വിൽ ഗോ യൂഷ്വലി. തൊട്ട് മുൻപ് പറഞ്ഞ സെൻറ്റൻസ് പോലെ ഇത് രാജൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് കൃത്യമായി ചെയ്തു വരാറുള്ള ഒരു കാര്യമാണ്. ഒരു ഹാബിച്വൽ ആക്ഷനാണ്. അതുകൊണ്ട് ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. രാജൻ എന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് യൂഷ്വലി ഗോസ് എന്നതാണ് ഏറ്റവും ഉചിതമായ ഉത്തരം. അടുത്ത സെൻറ്റൻസ്. ഐ ഷൽ ടെലിഫോൺ യു വെൻ ഹി ഡാഷ് ബാക്ക്. കംസ്, വിൽ കം, കെയിം,
ഹാസ് കം. ഇത് സിമ്പിൾ പ്രസൻറ്റിൻ്റെയും സിമ്പിൾ ഫ്യൂച്ചറിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഹി വിൽ പാസ് ഇഫ് ഹി സ്റ്റഡീസ് എന്ന് പറയുന്നത് പോലെ ഐ ഷാൽ ടെലിഫോൺ യു വെൻ ഹി കംസ് ബാക്ക് എന്നാണ് പറയേണ്ടത്. കംസ് ആണ് ശരിയായ ഉത്തരം. സിമ്പിൾ പ്രസൻറ്റ് ആഴമായി പഠിക്കുന്നതിന് ഈ ലാബിൻ്റെ എപ്പിസോഡ് 12 കാണുക.